നാസ്പ്രോ സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ബക്കാല ഡെമോ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിൽ നമ്മളൊരു കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വരുമ്പം നമ്മൾ ഏത് ഐറ്റംസ് ആണ് എടുക്കുന്നത് ജസ്റ്റ് സ്കാൻ ചെയ്യുന്നു, ഇങ്ങോട്ടല്ല സ്കാൻ ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് സ്കാൻ ചെയ്യാം. സ്കാനിങ് ഇല്ലാത്ത എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാർകോഡ് ഇങ്ങനെ എൻ്റർ ചെയ്തിട്ട് പ്രൈസിങ് എൻ്റർ ചെയ്ത് ഇപ്പോൾ വെജിറ്റബിളൊക്കെ ചില ബീൻ സ്കെയിലൊന്നും ഇല്ലാത്തിട്ട് നമുക്ക് ബനാന ഇങ്ങനെ പ്രൈസ് ഇട്ടിട്ട് നമുക്ക് എടുക്കാം. ഇതിൽ ക്യാഷ് സെയിൽസ് ഉണ്ട്, കാർഡ് സെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽസ് ഉണ്ട്. ക്യാഷ് സെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഓർ ഓട്ടോമാറ്റിക് ഓപ്പൺ ആയി ഇവിടെ പ്രിന്റ് വരികയും ചെയ്ത് വളരെ സെക്കൻഡ് കൊണ്ട് നമുക്ക് ഒരു ബില്ല് അടിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് സെറ്റിലുണ്ട്, ക്രെഡിറ്റ് കാർഡിൻ്റെ ഉണ്ട്. ക്രെഡിറ്റ് കാർഡൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. എത്ര ക്യാഷ് സെയിൽ നടത്തിയെന്ന്, ക്രെഡിറ്റ് സെയിൽ നടത്തി, അതുപോലെ തന്നെ ക്രെഡിറ്റ് കസ്റ്റമർ എത്രയുണ്ട് എന്നുള്ള. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ന്യൂ പ്രൊഡക്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. ഓൾമോസ്റ്റ് ഏകദേശം പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ തരുന്ന സമയത്ത് ഇതിലുണ്ടാവും. ഇല്ലാത്തതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ട് സേവ് ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽസ് ട്രെയിനിങ് ഒക്കെ തരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ അതർ ഓപ്ഷൻസിലും ഇങ്ങനത്തെ ഈ ക്രെഡിറ്റ് കസ്റ്റമർ നമുക്ക് ഇവിടെ ക്രെഡിറ്റ് കസ്റ്റമർ ആഡ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ക്രെഡിറ്റ് കസ്റ്റമർ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ക്രെഡിറ്റ് കസ്റ്റമർ ലെഡ്ജർ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ റെസീറ്റ് കസ്റ്റമർ തരുന്ന റെസീറ്റ് ക്രെഡിറ്റ് കസ്റ്റമർ, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ബാക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പർച്ചേസ് ഉണ്ട്. പർച്ചേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സപ്ലയർ, പുതിയ സപ്ലയർ ആഡ് ന്യൂ സപ്ലയർ കൊടുത്ത് സപ്ലയർ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പർച്ചേസ് ഐറ്റംസ് ഒക്കെ ബില്ലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എൻ്റർ ചെയ്യാം. സപ്ലയർ പേയ്മെൻറ്റ് ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ സപ്ലയർക്ക് എത്ര പേയ്മെൻറ്റ് കൊടുത്ത് എത്ര ബാലൻസ് ഉണ്ട് എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പോസ്റ്റ് റിപ്പോർട്ട്, നമുക്ക് ബിസിനസ്സിൻ്റെ റിപ്പോർട്ടത്തിന് എന്നുള്ള ഒരു ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്രിന്റ് കൊടുത്തതിന് ഇപ്പോൾ ക്യാഷ് സെയിൽ എത്ര, കാർഡ് സെയിൽ എത്ര, വളരെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് സെക്കൻഡ് കൊണ്ട് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടി. അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ടിങ് റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ സ്റ്റോക്ക്, നമ്മളെ മൊത്തത്തിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, പിന്നെ ഷോപ്പിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, ആ ഷോപ്പിൻ്റെ ടോട്ടൽ വാല്യൂ, അതുപോലെ തന്നെ പിന്നെ ലോ സ്റ്റോക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പർച്ചേസ് ഹിസ്റ്ററി നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ സപ്ലയർക്ക് കൊടുക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റ്, കൊടുത്തത് പൈസ, ഒരു ക്രെഡിറ്റ് കസ്റ്റമർ റെസീറ്റ്, അതുപോലെ തന്നെ പിന്നെ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്തത്, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, നമുക്ക് ഏത് മാസം മുതൽ ഏത് മാസത്തെ പ്രോഫിറ്റ് കാണണം, ഒരു മാസത്തെ പ്രോഫിറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ടോട്ടൽ സെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അതുപോലെ തന്നെ വാറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കസ്റ്റമൈസ് ഡേറ്റ് വെച്ചിട്ട് നമുക്ക് 3 മാസത്തെ മുന്നേ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഔട്ട്പുട്ട് ടാക്സിൽ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാറ്റിൻ്റെ ഫുൾ റിപ്പോർട്ട് കിട്ടും. ഇൻപുട്ടും ഔട്ട്പുട്ടും വാറ്റിൻ്റെ എമൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ കിട്ടും. അങ്ങനത്തെ വളരെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പുതിയ ഒരാൾക്കും പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വാട്സാപ്പിൽ ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.